ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്താണ് സുഹൃത്തുക്കളെ. ഏത് നടക്കാവ്. ഇത് ഹൃദയഭാഗമാണെന്ന് എനിക്ക് അറിയത്തില്ല. തന്നെ നാളെ ഞാൻ ഇവിടുന്ന് ബോർഡ് പോയി വണ്ടിപ്പേട്ട. വണ്ടിപ്പേട്ട ജംഗ്ഷനാണ് കേട്ടോ. ഇല്ലേ, വണ്ടിപ്പേട്ട ജംഗ്ഷൻ. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ നമ്മളെ ബീച്ചിലോട്ട്. കോഴിക്കോട് ടു വയനാട് റൂട്ടിലേക്കാണ്. നമ്മൾ അവിടെ ഒരു റിസോർട്ടിൽ നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോവുക. അപ്പം രാവിലെ ഇവിടുന്ന് വളരെ ദൂരം കുറവാണ്, 41 കിലോമീറ്റർ, ഏതാണ്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ യാത്രയുള്ളൂ നമുക്ക് ഇവിടുന്ന്. നമ്മുടെ റൂമിൽ നല്ല അടിപൊളി ഒരു വിൻഡോ ഉണ്ട്. തുറന്നു കഴിഞ്ഞാൽ വലിയ സീനറി ഒന്നും ഇല്ല. കഴിവാത്ത 2 വാട്ടർ ടാങ്ക് ഉണ്ട്, ക്ലീൻ ചെയ്യാത്തൊരു റൂഫുണ്ട്. അതെ, മൃദുല രാവിലെ എടുത്ത് സൺസ്ക്രീൻ പ്ലീച്ചുകയാണ്. മൃദുല എന്തിട്ടാലും അത് പ്ലീച്ചാൻ അടുത്തത് ചോദിക്കുന്ന തമ്പുരു. ഇന്നലെ തമ്പുരു നമ്മൾ അവിടെ നിന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ, നമ്മളെ മിഠായി തെരുവിന്ന്. അതെ, നമുക്കിന്ന് മിഠായി തെരുവില് ഭയങ്കര പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നി. അന്ന് വന്നപ്പോൾ പ്രൈസ് ഇല്ലായിരുന്നു, ബട്ട് അത്ര വലിയ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല നല്ല ഷോപ്സും ഉണ്ട്, പക്ഷെ നമ്മളിന്ന് രാത്രി ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് കടയൊക്കെ അടച്ചു പോയി. അപ്പോൾ എന്തായാലും നമുക്കിത് പോകുന്ന വഴിക്ക് മാക്സിലോ സ്റ്റുഡിയോയിലോ എല്ലാം കയറിയിട്ട് തമ്പൂരിന് കുറച്ച് ഡ്രസ്സ് എടുക്കണം. മാക്സിൽ മൃദുലേക്ക് മൃദുല വിചാരിക്കും നമ്മളെല്ലാം ബാംഗ്ലൂരിലൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലമായിരിക്കും എന്ന് പ്രതീക്ഷ കേട്ടോ. പക്ഷെ അത്ര ഒട്ടും ചീപ്പല്ല. ചെന്നങ്ങോട്ട് കേറിയപ്പോഴേ 1500 സ്റ്റാർട്ടിങ്. ഇതാ അതി കുറഞ്ഞില്ല. 1800 ഇതിൽ നല്ല സാധനം നമ്മുടെ നാട്ടിൽ കിട്ടൂലേ. അതായത് അവിടെ ഷർട്ടിനൊക്കെ സ്റ്റാർട്ടിങ് 1100-1200 ഒക്കെ ആട്ടോ. പിന്നെ ഞാനപ്പം എല്ലാ ഷർട്ടും മിക്ക ഷോപ്പുകളിലും ഷർട്ടിനൊക്കെ സ്റ്റാർട്ടിങ് 1100 ഒക്കെയാണ്. അപ്പൊ എനിക്കും തമ്പൂരിന് ഏതാണ്ട് സിമിലർ കളറാന്ന് തോന്നില്ലേ? ആണല്ലേ? സെയിം പിച്ചടി. ഇതൊരു ഉഷാറില്ലാതെ രാവിലെ. എന്ത് ഡ്രസ് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. മൊണാലിസെ പോലെ ഉണ്ട് മക്കളെ, നല്ലതാ. നല്ല ഡ്രസ്സല്ലേ തമ്പുരു? ഡ്രസ് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. മക്കളെ സെറ്റാക്കാം, കൊച്ചച്ച സെറ്റാക്കാം. കൊച്ചച്ചന് വിശ്വാസമില്ലേ? എന്ത് ഉമ്മയമ്മ രാവിലെ സീരിയല് കാണുവാണെന്ന് തോന്നല്ലേ? സീരിയല് കാണുന്നില്ലേ? എന്റെ ദൈവമേ, ഇത്ര യാത്രയിലാണെങ്കിലും വാ കൊച്ചുമോനെ അമ്മൂമ്മയും വാ പോവാം. ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഐഷാഡ ഇട്ടിട്ട് അതൊന്നും പരത്താൻ സമയമില്ല. അവിടെ സീരിയൽ കാണുന്ന അമ്മ രാവിലെ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് പോവാം. ഇത് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരുടെയും കയ്യിൽ ബാഗുണ്ട്, ആരും ഫ്രീ ആയിട്ടില്ല. തമ്പുരുവിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ഇത് തൂക്കി പിടിച്ചോ. അതിതാ ഇത് പിടിച്ചോ. നമ്മൾ അടുത്ത് തന്നെ ഇവിടെ ഇന്നലെ രാത്രി നല്ല ഫുഡായിട്ടോ കഴിച്ചത്. അടുത്ത് തന്നെ ഇവിടുത്തെ സത്യം പറഞ്ഞാൽ ഓട്ടോ ചേട്ടന്മാരുടെ അടുത്തൊക്കെ നല്ല കടകൾ അവർക്ക് അറിയാത്തുള്ളൂ കേട്ടോ. ഏത് കടയാണ് നല്ലതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ പറഞ്ഞു തരും. നമുക്ക് നേരെ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് തമ്പുരുവിന് നമുക്ക് ഡ്രസ്സ് എടുക്കണം. നമ്മൾ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആവുന്നില്ല ഇവിടുത്തെ. എന്നും ബ്രഞ്ച് ആവുന്നു. ഇന്നും ചെക്കൗട്ട്. കാരണം നമ്മൾ രാത്രി ഞാൻ എഡിറ്റിങ് കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ പിന്നെ ചെക്കൗട്ടിൻ്റെ സമയത്ത് ഞാൻ എണീക്കത്തുള്ളൂ. ഇന്ന് 10:30 എണീറ്റ്. ഇന്നിപ്പം വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ്. കാരണം 12 മണിയായി. കോഴിക്കോട് ബിരിയാണി കഴിക്കണ്ടേ തമ്പുരു? എന്താ തമ്പുരു ഇങ്ങനെ? അവളാ പറഞ്ഞ ബിരിയാണി മതിയെന്ന്. കണ്ടോ പച്ചവെള്ളം വരെ കുടിച്ചിറക്കുന്നു. സംഭവം പോയി കാണിക്കുന്നേ. കാര്യം ശ്രദ്ധിച്ചാ പാരഗണിൽ അതേ ബിരിയാണി സർവിങ്, പാരഗണിൽ അതേ ചമ്മന്തി, അതേ പ്ലേറ്റ്. അതാ പറഞ്ഞ പാരഗണിലെ സെയിം പോലത്തെ ടേസ്റ്റ് ചെയ്യും. അതേ ടേസ്റ്റ്. എനിക്ക് മണം അടിച്ചപ്പോൾ സത്യം പറയാനുള്ള മണം അതേ മണമാണ് അല്ലേ? ഈ ഹോട്ടലിൽ നിന്നാട്ടോ കഴിച്ചത് ഫുഡ്. നല്ല അത്യാവശ്യം നല്ല ഫുഡാണ്. നിങ്ങൾ വരുന്ന ഇവിടെ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടോ ബിരിയാണി ആയിക്കോട്ടെ. നമ്മുടെ പാരഗണിലെ ആ ഒരു സെയിം ടേസ്റ്റ്. തമ്പുരു, ദിസ് ഈസ് യുവർ ടൈം. ഇന്നലെ നമ്മൾ ഷോപ്പ് ചെയ്തതിന്റെ ക്ഷീണം ഇന്ന് തീർക്കുമല്ലേ? അപ്പൊ തകർത്തോ? മൃദുല ടേൺ. മൃദുല ഒരു സൈഡിൽ തുടങ്ങിയിട്ടുണ്ട്. തിരുമ്പി വരണം. ഡ്രസ് ഇട്ട് കാണിക്കാൻ പോവാ. നമ്മൾ ഞെട്ടും. നമ്മളെല്ലാരും ഞെട്ടും തമ്പുരു. നമ്മള് എങ്ങനെ ഞെട്ടി കാണിച്ചാണ്? തമ്പുരുവിന് അടിപൊളി അല്ലേ? ഇഷ്ടപ്പെട്ട തമ്പുരു? അടിപൊളി. ഇതില് സ്കിറ്റിൽ അടിച്ച് പൂക്കുറ്റിയായിട്ട് കിടന്നൊരു നിറക്കുണ്ട്.
പിന്നെ താഴത്തെ ലവോ അല്ലെ വൈറ്റ് വേണ്ട വേറെ കളർ എടുത്തോ എന്നാ അതെടുത്തോ. ഓക്കെ ഓക്കെ താഴത്ത് നോക്ക് ഓറഞ്ച്. സ്മൃതില ഓൺ ദ സ്റ്റേജ് സുഹൃത്തുക്കളെ. ആ കൊള്ളാം കൊള്ളാം. മഴവിൽ വർണ്ണമേ. കൊള്ളാം കൊള്ളാം. അമ്മയുടെ മുഖം നോക്ക്. അമ്മ അവിടെ നിന്ന് പുറകുറുക്കുന്നു. ഇത് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അടുത്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ നമുക്ക് ഇതൊരെണ്ണം കൊണ്ട് കൊടുക്കാം കേട്ടോ. ബ്ലാക്ക്. ഇതും കൊള്ളാടി. ഇതും രസമുണ്ട്. അത് രണ്ടും എടുത്തോ. ബ്ലൂ എടുത്തോ. കഴിച്ച് മേലോട്ടാക്കിയ രസമുണ്ടാകും. ബഫായിട്ടിരിക്കും കൈ. ബഫ് പഫ് അല്ല പഫ്. വെക്കോടെ ബ്ലാക്ക് വെക്കോടെ അച്ചോടിയേ ബ്ലാക്ക് ടീഷർട്ടും ഷർട്ടും ഇല്ല. എടാ അമ്പ് എന്ത് പറയുന്നുണ്ട് അമ്പുജി. രണ്ടുപേരും നല്ല പോലെ ഭയങ്കര കമ്പനി കേട്ടോ. നിന്റെ മോനും ഹലോ 6 months ഇത് 8 months. രണ്ടാളും ചേർന്നപ്പോ കമ്പനി കൂടെ. എന്നാലും യവനാണ് ഇച്ചിരി ഞൊളപ്പ്. കാലൊന്നും അടങ്ങിയിരിക്കുന്നില്ല. അവളും ചാടുന്നു. കൊള്ളാം ട്രാവൽ ഫ്രണ്ട്ലി. ഇത് കൊള്ളാം. മലയല്ല കേട്ടോ, ഡ്രസ്സാ. ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷ. ഇതാരുടെ? അത് നിങ്ങളെ. ഇത് മാത്രം എന്റെയാ. ഇത് എന്റെ മാത്രമാ? നമ്മൾ എന്താ കവിത എഴുതുവാണോ അതോ ആ പെങ്കുച്ചിനെ ആലോചിക്കാനോടാ? തോന്നുന്നു കേട്ടോ. ആ പെങ്കുച്ച് അയ്യോ ആ പെങ്കുച്ചിനെ കണ്ടപ്പോ ഉള്ള അവന്റെ ഒരു തിരിച്ചു അവന്റെ ആ ഒരു ഇതുള്ളതിനെ കാണുമ്പോഴേ അവനെ എടുത്ത് അതേ ഡ്രസ് സെയിം കളർ മറ്റേ ഞാൻ പറഞ്ഞില്ലേ മാറ്റിയുടെ ബുള്ളം എന്തോ എഴുതിയതാ. അതെന്തായാലും നമ്മളെടുത്ത ഡ്രസ് വേറെ ആളെടുത്ത് കാണുമ്പോ നമുക്കൊരു വിഷമല്ല. ചില സമയം സന്തോഷമില്ല, ചില സമയം ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഇട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇടാതെ വെച്ചേക്കുമല്ലേ പുതിയതുപോലെ. പക്ഷെ അത് കണ്ടപ്പോ അല്ലാതെ നമ്മളിത് മിഠായി തെരുവിൽ പോയിട്ട് എന്തൊരു കോസ്റ്റ് ആയിരുന്നില്ലേ. അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ലാഭം. തമ്പുരു ഹാപ്പി അല്ലേ? തമ്പുരു രാവിലെ ആ ഡ്രസ് ഇട്ടപ്പോ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. ഇപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട അവളങ്ങ് അഴിച്ചങ്ങ് വിട്ടു. ഇനി റൂമിൽ പോയി അത് ഇടാതെ അവൾക്കൊരു ഹാപ്പിനെസ് ഇല്ല. പിന്നെ ഇട്ടേക്കുന്ന അമ്മ റിപ്പയർ ചെയ്ത് തരും, റിപ്പയർ ചെയ്ത് തരുവേ കേട്ടോ. ഓൾറെഡി അതിന്റെ ബട്ടൺസ് ഒക്കെ എപ്പോഴേ പോയി. ഒരെണ്ണം പോയായിരുന്നു. ക്വാളിറ്റി എന്ന് പറഞ്ഞ് തന്ന സാധനം ബട്ടൺസ് 2 എണ്ണം എടുത്തിട്ടില്ല, അപ്പഴേ പോയി. അപ്പൊ നമ്മളത് റൂമിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അമ്പോണനാടി. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല റൂമല്ലേ? അടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരെണ്ണം അടിച്ച് തിരിച്ചടിക്കും. അടി നീ ഒരു കൊക്ക് നശിപ്പിച്ചിരുന്നു. കൊക്കിന്റെ കൊളോ? ഇവിടെ അലപ്പ്.
കണ്ടേ 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 കണ്ട് എല്ലാം കണ്ട് അമ്മ എല്ലാം കണ്ട് എന്താ പറിക്കുക 2-3 മാസം കഴിയുമ്പോ കുറച്ചുകൂടെ പറിക്കുക. ഇതിനു വേണ്ടി അച്ഛൻ വെയിറ്റ് ചെയ്തത് കിണ്ട പറിക്കാൻ. ഈ ചിരി ഞാൻ കണ്ടത് ഇന്ന് ആ പെങ്കൊച്ചിനെ കണ്ടപ്പോഴാ. നിന്റെ ഈ ചിരി അത് ചിരിയല്ല, ഞൊളപ്പ് ഞൊളപ്പ്. ഞാൻ കൈ പിടിക്കുന്ന ഇനി ഞാൻ അങ്ങനെ കയറിയിരിക്കാം. എന്നെ ചിരിപ്പിച്ചേ. ഞാൻ വിചാരിച്ചു കൊച്ചിനെ അങ്ങനെ വെക്കാതെ ഞാൻ അങ്ങനെ ചിരിക്കും. എന്റെ പണ്ടിങ്ങനെ ചിരിപ്പിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. മോനെ കൊഞ്ചിക്കാൻ ഇതാണ്. യോ അനങ്ങല്ലേ എന്റെ കാല്. അപ്പൊ പിന്നെ എടുത്തോ. റെഡി? അമ്പുവേ അമ്പുവേ വേണ്ട ഇനി ഞാൻ വേണ്ട തമ്മിൽ വാ തമ്മിലും വാ തമ്മിൽ നമുക്ക് ഫംഗ്ഷന് പോവാം. തീർന്നു വാ നമുക്ക് പോവാം. ചെറിയൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. ഇവിടെ ഇരിക്കാം. അവിടെ താഴെ കുറച്ച് ലൈറ്റ് മ്യൂസിക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇവരുടെ റിസോർട്ടിന്റെ ആനിവേഴ്സറി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് താഴോട്ട് പോവാം. ചേച്ചി ഓക്കെ, ചേച്ചിയുടെ എല്ലാ ഡ്രസ്സും. പോവാം, താഴോട്ട് പോവാം. എല്ലാത്തിനും പക്ഷെ ഒന്നിനും ഒരു ക്ഷമയില്ലേ. സ്കൂളിൽ പോയ അപ്പ ചാടണം. ഒന്നിനും ക്ഷമയില്ല നമുക്ക്. രാത്രിയിലത്തെ ഡിന്നർ: അപ്പം, ഫിഷ് ഫ്രൈ, ചിക്കൻ, കോയിൻ പൊറോട്ട വിത്ത് ഫിഷ് മാംഗോ കറി. അപ്പവും മാങ്ങാക്കറിയും കൂടെ ടേസ്റ്റ് ചെയ്തോക്കാം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ നോക്കാം. എൻ്റെ മോനെ സോഫ്റ്റ്. ഞാൻ ഈ ക്യാൻഡിഡ് ലൈറ്റ് ഡിന്നർ തന്നില്ല എന്ന് വേണ്ട കേട്ടോ. അവിടെ മെഴുകുതിരി ഉണ്ട്, ട്രോഫി ഉണ്ട്. ക്യാൻഡിഡ് ലൈറ്റ് ഡിന്നർ എന്നെ ആഗ്രഹിക്കുന്നു. ക്യാൻഡിഡ് ലൈറ്റ് ഡിന്നർ കഴിക്കണം. ചുറ്റും ആൾക്കാരും ഉണ്ട്. അതിനിപ്പോ എന്താ? ഇത് കോയിൻ പൊറോട്ടയാണോ അതോ ഇതാണ് വീശ് പൊറോട്ടയാണ്? മറ്റേ നൂൽ പൊറോട്ട. ഫ്രൈ അങ്ങോട്ട് എടുത്ത്, ഫിഷ് ഫ്രൈ അങ്ങോട്ട് എടുത്ത് വെച്ച്. അയ്യോ മോനെ, ഫിഷ് മാംഗോ അലിഞ്ഞു പോകുന്ന അലുവ പോയ. ഇന്നലെ നമ്മള് ഈ റൂമിലാണ് സ്റ്റേ ചെയ്തത്. ദേ ലുക്ക് അറ്റ് ദാറ്റ്. ഭയങ്കര മൗണ്ടൈനും വ്യൂ ഒന്നും അല്ല, പക്ഷേ ഭയങ്കര ഗ്രീനറിയാണ്. റിസോർട്ട് ഫുള്ള് നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. അതെ, നമ്മളൊരു വളഞ്ഞ് ഒരു മുകളിലാണ്. ഇവിടെ 2 റൂമാണുള്ളത് കേട്ടോ. ഈ 2 റൂം ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല വിസിബിലിറ്റി ഉള്ള, നല്ല സൺലൈറ്റ് ഒക്കെ കയറുന്ന നല്ല അടിപൊളി റൂം കേട്ടോ. നമ്മളിങ്ങനെ വളഞ്ഞ് ഈ സാധനത്ത് കയറുമ്പോൾ എനിക്ക് പണ്ട് തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ഓർമ്മ വരുന്നത്. അവിടെ ഇങ്ങനെ വളഞ്ഞാ പോലെ
അപ്പോൾ അതേപോലെ നമ്മൾ വളഞ്ഞ് ഇറങ്ങേണ്ടിയിരിക്കുന്നു. രാവിലെ ചേട്ടൻ വിളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് 9:45 വരെ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഹാജർ ആയിക്കോളൂ, ഇല്ലെങ്കിൽ ഫുഡിന് വലിച്ചോളൂ. കുളിക്കാൻ രാവിലെ എവിടെ നിന്ന് കിട്ടി ലിപ്സ്റ്റിക്? ലിപ് ഗ്ലോസ് ആണോ? അതെന്താണ് ലിപ്സ് ഗ്ലോസ്? ഈ തലയിൽ കിട്ടുന്ന സാധനം നിന്റെ തലയിൽ ഇരുന്നാണല്ലേ ഇത്? മുട്ട. എനിക്ക് അപ്പം മുട്ട മതി. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വിമ്മിംഗ് പൂളിലോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ രാവിലെ തൊട്ട് ഇന്നലെ വന്നപ്പോ തൊട്ട് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളേ എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ മുമ്പേ പോകുന്നത് കണ്ടോ എന്റെ പൊന്ന് ഗായ്സ്. ഇന്ന് ഉറങ്ങ മഞ്ഞ പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കട്ടോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും പോയി കുളിക്കാം. നീ ആയിരുന്നോ സ്വിമ്മിംഗ് പൂളിൽ ചാടണോടാ? സ്വിമ്മിംഗ് പൂളിൽ ചാടാ. ലെറ്റ്സ് ഗോ. വട, ഇതിന് ആരടി പേരിട്ട വടയെന്ന് പറഞ്ഞില്ലേ? അയ്യോ എടി ഇങ്ങനല്ല ഇരിക്കുന്ന, കാലെടുത്തിട്ട് പുറത്തിടണം. ഇത് എന്ത് ഒരു തമ്പുരു ഇത്. സമാധാനമില്ല അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. കുളി കഴിഞ്ഞല്ലോ, നമ്മുടെ കുളി കഴിഞ്ഞു. എല്ലാവർക്കും ട്രിപ്പ് നമ്മൾ പാതി വഴിക്ക് അവസാനിപ്പിക്കുകയാണ്. നല്ല ചില്ല്. നമ്മുടെ യാത്ര ട്രിപ്പ് വന്നതാണ് അമ്മയും കൊണ്ട്. ട്രിപ്പായാണ് നാളെ ഇവിടെ ഇറങ്ങാൻ പ്ലാൻ ചെയ്ത്. അതെ, ഇന്ന് നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അമ്മ ഇന്ന് ചെറുതായിട്ടൊന്ന് വീണ് കേട്ടോ. നമ്മുടെ രാവിലെ അതെ വീണെന്ന് പറയുന്ന ഒരു ചമ്മൽ അതൊക്കെ ഇറങ്ങിയാൽ മതി. നമ്മള് പിടിച്ചോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പം ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് സ്ലിപ്പായി. അവിടുത്തെ നമ്മുടെ റെസ്റ്റോറൻറ്റ് അവിടുത്തെ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കാലൊന്ന് മടങ്ങി. അതുകൊണ്ട് നമ്മൾ യാത്ര ഇവിടെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതുമാത്രമല്ല നമുക്ക് ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു 6 കിലോമീറ്റർ അടുപ്പിച്ചൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ കയറിയിട്ട് കാലൊന്ന് ഓർത്തോ ഡോക്ടറിനെ ഒന്ന് കാണിക്കണം. ഡോക്ടറിനെ കാണിച്ചിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. ഓക്കെ, അതെ വീണ്ടും തുടങ്ങാം. അപ്പോൾ നമ്മൾ നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞാട്ടോ വരുന്നത്. പിന്നെ നമ്മൾ കാല് എന്തെങ്കിലും വന്നു കഴിഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ ഇനി വേദന കൂടുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ചെക്കൗട്ട് ചെയ്തിട്ട് തിരിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മളിവിടെ ഇറങ്ങുകയാണ്. ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നീരടിക്കും അല്ലേ? ഒട്ടും നടക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി ഈ വലിഞ്ഞതായിരിക്കാം. എന്തെങ്കിലും വലിഞ്ഞതായിരിക്കാം, നരമ്പുകൾ വലിഞ്ഞത് വല്ലതും ആയിരിക്കാം. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിച്ച് ബാൻഡേജൊക്കെ ചെയ്തിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. നമ്മളിത് ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു കേട്ടോ. എക്സ്റേ എടുത്തിട്ട് മുട്ടിനും താഴത്തെ കാലിൻ്റെ ഒരു ജോയിൻറ്റിലും എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തിട്ട് നോക്കാം. ഓക്കെ, വേറെ കുഴപ്പമൊന്നും കാണില്ല. നമുക്ക് ഫുഡിന് അലർജി, പല മെഡിസിനും അലർജി ഉണ്ട്. അപ്പോൾ എല്ലാ മെഡിസിനും കഴിക്കാൻ പറ്റത്തില്ല. അതേ ഉള്ളൊരു പ്രശ്നം. എക്സ്റേ എടുത്തു, വേറെ പ്രശ്നമൊന്നുമില്ല. ബാൻഡേജ് ഇട്ടപ്പോൾ റെഡി ആയിട്ടോ. കാലിൽ മുട്ടിലും ബാൻഡേജ് ഇട്ടു, താഴെയും ബാൻഡേജ് ഇട്ടു. പെർഫെക്റ്റ്. ഓക്കെ, പിടിക്ക് പതുക്കെ ചില്ലടിക്കാൻ മതി നമ്മളൊന്ന്. ഞാൻ ടെൻഷൻ അടിച്ചേട്ടോ. എക്സ്റേ എടുത്തപ്പോൾ എക്സ്റേയിൽ വല്ല പൊട്ടലും വല്ലതും കാണുമോ എന്ന്. ഒരു കുഴപ്പമില്ല. കാല് ഒന്ന് ഈ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഓയിൻമെന്റ് അപ്ലൈ ചെയ്യാം കേട്ടോ.
ഓക്കെ. ഇത് ആരെ ഉമ്മമ്മയ്ക്ക് എടുത്ത് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കിയേ. ഓ എനിക്ക് വയ്യ. അതെ. നമ്മളത് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് 345 കിലോമീറ്റർ കൊട്ടാരക്കര മാത്രം. കഴക്കൂട് ഇടുമ്പോൾ നമ്മുടെ സ്ഥലത്തിടുമ്പോൾ 400 ചില്ലറ കിലോമീറ്റർ. 8 മണിക്കൂർ യാത്ര. 10 മണിക്കൂർ മേലെ പോകും നമ്മൾ ഫുഡ് കഴിക്കാൻ, ചായ കുടിക്കാനും ഒക്കെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. എങ്ങനെ ഉണ്ടായിരുന്നമ്മ യാത്ര? വൈബ് അതാ ലാസ്റ്റ് വന്നങ്ങ് ഭയങ്കര വൈബായി പോയി. നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് കാല് ചെറുതായിട്ടൊന്ന് വീണത് കൊണ്ട് കാല് പൊട്ടലൊന്നും ഇല്ലാന്ന കാര്യമായില്ലേ? എന്തേലും ഉണ്ടായിരുന്നെങ്കിലോ? ഞാൻ പറഞ്ഞില്ല, പൊട്ടല് കാണത്തില്ല. പൊട്ടലുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാനും പറ്റത്തില്ല. പക്ഷെ ഇല്ല, നടക്കാനും ഒട്ടും കാല് തറ തൊടാൻ പറ്റുന്നില്ല. അപ്പൊ അപ്പോഴാണ് ഞാൻ ടെൻഷൻ അടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നമുക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാൻ ഇനി നിക്കണ്ട. കാരണം ഇനി ഇത് ഇരിക്കുക രാത്രി കാണും വലിയ ബുദ്ധിമുട്ടായി കഴിഞ്ഞാലോ. നമ്മളെ യാത്ര എന്ന് പറയുമ്പോ അങ്ങനെയാണ്. നമ്മൾ കണ്ടു, നമ്മൾ എല്ലാം അടിച്ചു പൊളിച്ചില്ലേ? ഇല്ലേ? ഇന്നലെ എല്ലാം അടിച്ചു പൊളിച്ചു, യാത്രയൊക്കെ കണ്ടു. റെസ്റ്റ് എടുക്കാൻ വേണ്ടി വേണ്ടിയാ കാറിൽ റെസ്റ്റ് എടുത്താൽ മതി. അത്രേ ഉള്ളൂ. കാറിൽ ഇരുന്ന് റെസ്റ്റ് എടുത്തോ. ഞങ്ങളും കാറിൽ ഇരിപ്പുണ്ട്. അമ്മൂട്ടൻ ഉറങ്ങിയടി. ആണ്ടെ കടയിൽ ചേച്ചി മോനീന്ന് വിളിച്ചപ്പോ ചുമ്മാതെ കള്ള അഭിനയവേ. മറ്റേത് വേറെ ആരെങ്കിലും നിന്നൊന്ന് ചിരിച്ചാലേ അപ്പോഴേ ചിരിക്കുവേ. കോഴിക്കോട് വരെ വന്നിട്ട് കോഴിക്കോട് അലുവ വാങ്ങിച്ചില്ല. കോഴിക്കോട് അൽവ അത് നമ്മളെ തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിൽ കിട്ടും. കോഴിക്കോട്